ഉത്സവമാണ് ഈ നഗരവീഥികൾ, തിരക്കിട്ട വീഥികൾ, ഒരുപാട് പേർ VVIP അടക്കം ഒരുപാട് പേർ സഞ്ചരിക്കുന്ന ഓരോ പാതകളും. പക്ഷേ ഇന്ന് അതൊന്നും പ്രസക്തമല്ല. ഇന്ന് ഈ ഉണ്ണിക്കണ്ണന്മാരുടെയും ഗോപികമാരുടെയും ദിവസമാണ്. സർവം അവരുടേതാണ്. അത്രമേൽ ആനന്ദമാണ് ഓരോ നിമിഷവും. പ്രതീഷ്, പറയൂ ആലപ്പുഴയിലെ വിശേഷങ്ങൾ. ശ്യാം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഓണാട്ടുകരയിലെ പ്രധാന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലൊന്നായ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെ ഏവൂർ ഗ്രാമം ആകെ തന്നെ അമ്പാടിയായി കഴിഞ്ഞിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ ഇവിടെ ഓരോ വീടുകളുടെ മുന്നിലും ഉറികൾ ഒരുക്കി വെക്കും. അത് ഓരോ 3 കരയിൽ നിന്നുള്ളവരാണ് അവിടെ ഉറി അടിക്കാനായി എത്തുന്നത്. ആ 3 കരയിൽ നിന്നുമുള്ളവർ സംഗമിക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിറയെ തന്നെ ഈ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തെ ആൽത്തറ മുതൽ ക്ഷേത്രം വരെയുള്ള ഭാഗം പൂർണ്ണമായും ഉറി കൊണ്ട് നിറയും. ഇപ്പോഴും ആ ഉറികൾ കെട്ടുന്ന ഒരു തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ 3 കരയിൽ നിന്നുമുള്ള ഗോപിക ബാലന്മാർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉറിയടി തുടങ്ങും. അത് ഏതാണ്ട് രാത്രി 7 മണി വരെയും നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടക്കുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രത്യേകത രാവിലെ മുതൽ തന്നെ ഉറിയടി ആരംഭിക്കും എന്നതാണ്. അത്തരത്തിൽ ഇവിടെ ഇത് ഉറിയടി കാണുന്നതിന് വേണ്ടി വലിയ ജനക്കൂട്ടം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ പല കുട്ടികളും ശ്രീകൃഷ്ണ വേഷം കെട്ടിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ അടക്കമുള്ളവർ ഇതിൽ അണിചേരും. അവർ കാഴ്ചക്കാരായും അതിൽ ഉറിയടിച്ചും എല്ലാം പങ്കുചേരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടുത്തെ രീതികളെ സംബന്ധിച്ച് ഇവിടുത്തെ നാട്ടുകാരായ ഭക്തരോട് തന്നെ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. എന്തു തന്നെയായാലും ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ഒരു ദിവസമാണ് ഇന്ന്. അതിൻ്റെതായ ഒരുക്കങ്ങളുമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ചേട്ടാ, ഏത് രീതിയിലാണ് ഇവിടുത്തെ ഒരു ഉറിയടി ക്രമീകരിക്കുന്നത്? ഇവിടുത്തെ ഉറിയടി 3 കരകളാണ് ഇവിടെ ഉള്ളത്. ഏവൂർ തെക്ക്, ഏവൂർ വടക്ക്, ഏവൂർ വടക്ക് പടിഞ്ഞാറ് 3 കരകളാണ്. ഈ 3 കരകളിൽ നിന്നും കൃഷ്ണവേഷധാരികൾ, ഗോപസ്ത്രീകളടക്കം രാവിലെ തിരിച്ച് ഈ ഗ്രാമവീഥികളോട് സഞ്ചരിച്ച്, ഓരോ കരയുടെ ഗ്രാമവീഥികളോട് സഞ്ചരിച്ച് അവിടെ ഓരോ സ്പോട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഉറികൾ ഒരുക്കും, ധാരാളം ഉറികൾ അവരുകൾ അടിച്ചിട്ട് വൈകുന്നേരത്തോടെ ഏതാണ്ട് സന്ധ്യയോടുകൂടി ഈ കിഴക്ക് വശത്ത് എത്തിച്ചേരും. അവിടെ നിന്ന് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള ഉറികളെല്ലാം അടിച്ച ശേഷം ക്ഷേത്രത്തിലേക്ക് കയറി ദർശനം നടത്തുന്നതാണ് ഇവിടുത്തെ പതിവ്. ഹൈന്ദവ വീടുകളിൽ നിന്ന് പോലും ഉറികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം മിക്ക വീടുകളിൽ നിന്നും മിക്ക വ്യക്തികളുടെ പേരിലും ഉറി കെട്ടുന്ന പതിവുണ്ട്. ഇവിടെ വഴിപാടാണ്. ആ ഉറികൾ അടിച്ച ശേഷം കൊണ്ട് അവരുടെ വീട്ടിൽ കെട്ടുന്നത് അത് വളരെ പുണ്യമായിട്ട് കരുതുന്നു. രാവിലെ മുതൽ ആരംഭിച്ച് എത്ര മണിയോടായിരിക്കും ഇവിടെ എത്തിച്ചേരുന്നത്? രാവിലെ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഏതാണ്ട് സന്ധ്യ 7 മണിയൊക്കെ ആവും. നിവാരണ സമയത്ത് എത്തിച്ചേരുക. ഇവിടെ ചിലപ്പോൾ താമസിച്ചു പോകാറുണ്ട്. അതുതന്നെയാണ് ഈ ഗ്രാമത്തിലെ എല്ലാ ഹൈന്ദവ വീടുകളുടെ മുമ്പിലെ ഓരോ ഹൈന്ദവരുടെയും പേരിലും ഉറികൾ കെട്ടുന്ന അത്തരം വളരെ വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ എല്ലാം ഓരോ ഭാഗത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിസമാപ്തിയിൽ എത്തിച്ചേരുന്നത് ഇവിടെ ഏവൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ്. ആ കിഴക്കേ നടയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കിഴക്കേ ആലിൻ്റെ ചുവട് മുതൽ ഈ ക്ഷേത്ര സന്നിധി വരെയും ഉറികൾ തൂക്കിയിരിക്കും. അത് ഓരോ വ്യക്തികളുടെ പേരിൽ, അതിലുപരി വിവിധ സ്ഥാപനങ്ങളുടെ പേരിൽ എല്ലാം ഉറികൾ ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം തേടി ഇവിടെ കെട്ടുന്ന ഒരു രീതിയാണ് ഇവിടെ നടന്നു വരുന്നത്. ആ രീതിയിലുള്ള ഒരു ഉറിയടി മറ്റ് ഉറിയടികളിൽ നിന്നും വ്യത്യസ്തമാണ്. എന്നാൽ അതിൽ ബാലഗോകുലത്തിൻ്റെ അടക്കമുള്ള സംഘാടനത്തിൽ ഈ ഗോപിക ബാലന്മാർ ഇവിടേക്ക് എത്തിച്ചേരും എന്നത് തന്നെയാണ് ഏറ്റവും പ്രത്യേകതയായി നമുക്ക് പറയേണ്ടതും. ശ്യാം, വൃന്ദാവനം ഒരുങ്ങിക്കഴിഞ്ഞു. കണ്ണന്മാരെല്ലാം